ഹലോ എവരി വൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും എല്ലാം സീസണാണല്ലേ. നമുക്ക് ഇടിച്ചക്ക വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റെസിപ്പിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഇടിച്ചക്ക തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയത്, 20 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, കറിവേപ്പില ആവശ്യത്തിന്, 10 വറ്റൽമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, 6 വെളുത്തുള്ളി ചതച്ചത്. കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാവും. ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി അതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റീം പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചക്ക പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ വെള്ളമുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം വേണം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഉടച്ചെടുക്കണം. ഇപ്പോൾ ചക്ക നന്നായി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. പാകത്തിന് വേവാണ് ഉള്ളത്. കണ്ടില്ലേ, എല്ലാം വേറിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുന്നതാണ് തോരന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സവോള ഉപയോഗിക്കാതിരിക്കുക, മാക്സിമം ചെറിയ ഉള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്കുക. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വലിയ ഉള്ളി വെളുത്തുള്ളിയാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി ചക്കയിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഉള്ളിയും നന്നായി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് വരുന്നത്. ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വറ്റൽമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ എല്ലാതും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. തേങ്ങയിലെ വെള്ളമെല്ലാം വറ്റി നന്നായി മൂത്ത് വരണം. ഇപ്പോൾ ഉള്ളിയും തേങ്ങയും എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.